നമ്മുടെ ലൈഫിനകത്ത് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ കൺസർവേറ്റീവ് പാത്ത് ബ്രേക്ക് ചെയ്തില്ലേ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒന്നാണെങ്കിൽ നമ്മൾ കുറേ അധികം ഒബ്സ്ട്രക്ഷൻസ് നേരിടും. മിസ് കേരളയ്ക്ക് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എൻ്റെ ഒരേ ഒരു എയിം എന്ന് പറയുന്നത് ക്രൗൺ മാത്രമായിരുന്നു. അവിടെ വന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ക്രൗൺ ഈസ് ജസ്റ്റ് എ ചെറി ഓൺ ദ ടോപ്പ്, ഇവിടെ വന്ന് നല്ല എക്സ്പീരിയൻസിന് വേണ്ടിയാണെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ആ ഒരു ക്രൗൺ മാത്രമായിരുന്നു. പക്ഷേ ആ ഒരു 10 ദിവസം എന്നിലുണ്ടാക്കിയ മാറ്റം, എനിക്ക് തന്ന ലെസൺസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ലൈക്ക് അവിടെ കയറിയ ഒരാളെ അല്ലായിരുന്നു ആ 10 ദിവസം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ. ദ ഫസ്റ്റ് ലെസൺ ദാറ്റ് ഐ ലേൺ ഫ്രം ദർ ഈസ് കോൺഫിഡൻസ് ഈസ് എവറിത്തിങ്. മിസ് കേരളയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി വീക്കാണ്. പോരാത്തതിന് അവിടെ വന്ന 18 ആൾക്കാർ, ഞങ്ങൾ ടോട്ടൽ 19 ആൾക്കാർക്കാണ് സെലക്ഷൻ കിട്ടിയത്. ആ ഒരു 18 ആൾക്കാരെന്ന് പറയുന്നത് വെരി ടാലൻറ്റഡ്. സോ ഞാൻ അവരെന്നെയായിട്ട് ഒരു ഡിസ്ട്രക്റ്റീവ് വേയിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലാവരുമായിട്ട് മാറിയിരുന്ന് എപ്പോഴും ഞാനൊരു മൂലയിൽ ഇങ്ങനെ കൺഫൈൻ ചെയ്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളെപ്പോഴും ക്യാമറേൻ്റെ അണ്ടറിലാണ്. അങ്ങനെ ക്യാമറേൻ്റെ വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ നോട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ആ ഒരു മാറാനുള്ള ഒരു സ്പിരിറ്റ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ 3-ാമത്തെ ദിവസം എനിക്ക് അവിടെ ഒരു ഇൻസൾട്ടിങ് ഇൻസിഡൻറ്റ് ഉണ്ടായി. ലൈക്ക് ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. എൻ്റെ കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തരുന്ന സംഭവം എന്ന് പറയുന്നത് ഇൻസൾട്ടാണ്. ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്തോ അപ്പോൾ എനിക്ക് മാറാൻ തോന്നും. അങ്ങനെ ഞാൻ 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇങ്ങനെ ഇരുന്നാൽ പോരാ. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത റീസൺ ആയിരുന്നു എന്നെ അവർ ഇൻസൾട്ട് ചെയ്യാൻ കാരണം. അങ്ങനെ 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ മാറാൻ തുടങ്ങി. അവിടെ ഞാൻ പഠിച്ച 2-ാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഈച്ച് ഡേ ഈസ് എ ചാൻസ് ടു ഗ്രോ. നമ്മളുടെ മുന്നിലുള്ള ഓരോ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ ഗ്രോത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം ഞാനിത് 8-ാമത്തെ ദിവസമാണ് ഈ കോൺഫിഡൻസിൻ്റെ കാര്യം റിയലൈസ് ചെയ്യുന്നത് എന്നെങ്കിൽ പോലും എൻ്റെ മുന്നിൽ പിന്നെ 2 ദിവസമുണ്ട്. നമ്മൾ എന്നാണോ തിരിച്ചറിയുന്നത് അന്ന് മുതൽ നമുക്ക് മാറാം. നമ്മൾ കഴിഞ്ഞു പോയതിനെ പറ്റി ലൈക്ക് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ആ ഒരു 8 ദിവസം പോയി, ഇനി ഞാൻ ഈ ഒരു 2 ദിവസത്തെ ചേഞ്ച് ഒന്നുമില്ലയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ കിട്ടിയ ആ ഒരു 2 ദിവസത്തെയാണ് ഞാൻ അവിടെ ഒഴിവാക്കി കളയുന്നത്. ലൈക്ക് ഓരോ ദിവസവും എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നോ ആ ഒരു പോയിന്റ് മുതൽ നമുക്ക് മാറാം. ഇപ്പം ഞാനത് റിയലൈസ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേജിനകത്ത്, ഞങ്ങളുടെ ഫിനാലേൻ്റെ ആ സ്റ്റേജിനകത്താണെങ്കിൽ പോലും അന്ന് മുതൽ എനിക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളുടെ ലൈഫിനകത്ത് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ നമ്മൾ ഏത് പോയിന്റിലാണോ റിയലൈസ് ചെയ്യുന്നത് അപ്പം മുതൽ നമ്മൾ മാറാൻ തുടങ്ങാം. കഴിഞ്ഞു പോയത് എത്ര ദിവസമായിക്കോട്ടെ, 1 മാസം 1 വർഷം എത്ര ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത് ആ ഒരു പോയിന്റ് മുതൽ നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മൾ ആ ഒരു പോയിന്റ് മുതൽ നമ്മൾ ഗ്രോ ചെയ്യാൻ തുടങ്ങാം. ദ തേർഡ് ലെസൺ ഐ ലേൺ ഫ്രം ദർ ഈസ് ഡോണ്ട് ഗിവ് അപ്പ്. നമ്മുടെ ലൈഫിനകത്ത് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ കൺസർവേറ്റീവ് പാത്ത് ബ്രേക്ക് ചെയ്തില്ലേ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒന്നാണെങ്കിൽ നമ്മൾ കുറേ അധികം ഒബ്സ്ട്രക്ഷൻസ് നേരിടും. ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോനകത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മേനെ പോലെ. നമ്മുടെ ഒരു സേഫ്റ്റി, നമ്മളെപ്പോഴും സേഫായിട്ടിരിക്കാനായിരിക്കും അത് നമ്മളെ പ്രൊവോക്ക് ചെയ്യുക. ലൈക്ക് നമ്മളൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല, അത് പ്രെഡിക്റ്റബിൾ അല്ല, അവിടുത്തെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പറയും, ഓക്കെ നീ എന്താണോ സേഫായിട്ടില്ല അതിനകത്തേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ അമ്മേനെ കൺവിൻസ് ചെയ്യിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും കൺവിൻസ് ചെയ്യിക്കണം. അതെന്ന് പറയുന്നത് ഒരു ഇന്നസെൻറ്റ് വെൽവിഷറാണ്. നമ്മൾ പറയണം, ഓക്കെ ഇതെല്ലാം ഓക്കെയാണ്, എനിക്കിത് നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിനിനെ എന്താണോ നമ്മൾക്ക് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അത് നേരിടാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടെന്ന് നമ്മുടെ ബ്രെയിന് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ മിസ് കേരളയ്ക്ക് പോകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം മെൻ്റലി ആൻഡ് ഫിസിക്കലി വീക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഓക്കെ നിനക്ക് വയ്യ, നീ എന്നാൽ റെസ്റ്റ് എടുക്ക്. അത് ഓക്കെയാണ്, നമ്മൾ മെൻ്റലി ഫിസിക്കലി ഓക്കെ അല്ലാത്ത സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ ബ്രെയിന് നമ്മളോട് തന്നെ എല്ലാതൊന്നും ഒഴിഞ്ഞു മാറാനുള്ളൊരു ട്രിക്കാണോ എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. മിസ് കേരള എന്ന് പറയുന്നത് ഞാൻ കാത്തിരുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലൈക്ക് ഞാനതപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡ്രീമിലാണ് ജീവിക്കുന്നത്. ഞാൻ പണ്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു ആഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ലിറ്ററലി എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുക, റിയലൈസ് ചെയ്യുക. നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ചില ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലൈഫിനകത്ത് ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ എത്ര ഇൻപുട്ട് ഇടാൻ പറ്റുമോ അത്രയും ഇൻപുട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ഹെൽത്തിനെ അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പാരലായിട്ട് എന്നെക്കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്രയും ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ എക്സ്ക്യൂസസ് ഞാൻ ഒഴിവാക്കി. ഓക്കെ ഇതിന് ഞാൻ വർക്ക് ചെയ്യണം എന്നില്ല ആ ഒരു മെൻറ്റാലിറ്റി ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ലൈക്ക് നമ്മൾക്ക് ചിലത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. ലൈക്ക് എസ്പെഷ്യലി ഓപ്പർച്യൂണിറ്റീസ്, നമുക്കപ്പോൾ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ നിമിഷം നമ്മളിത് നിർത്ത് നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴും നമ്മൾ ഗിവപ്പ് ചെയ്യരുത്. നമ്മൾ പറയുക, ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ആ ഒരു സംഭവം നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കുക.
ആൻഡ് ദ ഫോർത്ത് തിങ് ഐ ലേൺ ഫ്രം ദർ ഈസ് ദ ബ്യൂട്ടി ഓഫ് വുമൻഹുഡ്. ഒബ്വിയസ്ലി നമ്മൾ ആ 19 ആൾക്കാരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആ ക്രൗഡാണ്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായിരുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. ലൈക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എല്ലാവരും തമ്മിൽ ആ ഒരു വീക്ക്നെസ് പോയിൻ്റ്, ഒരാളുടെ വീക്ക്നെസ് പോയിൻ്റ് എന്താണോ അതെല്ലാവരും കൂടി എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ടാണ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യണേ. ലൈക്ക് ആ ഒരു ഈഗോ മനസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു ഒപ്പോണൻ്റ് ആണെന്ന് മനസ്സിൽ വെച്ചിട്ടോ അല്ലായിരുന്നു നമ്മൾ ആ 10 ദിവസം അവിടെ കഴിഞ്ഞത്. എല്ലാവരും തമ്മിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രോത്തായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പോരാത്തതിന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള സംഭവം ചെയ്യുക അല്ലെങ്കിൽ ഭംഗിയുള്ള ഡ്രസ്സ് ഇടുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ ആ 18 ആൾക്കാർ നമ്മളെ ഒരേപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യും. സോ നമ്മൾ ആ ഒരു എപ്പോഴും നമ്മളെ ചിയറപ്പ് ചെയ്യുന്ന, നമ്മൾ നല്ല സംഭവങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമ്മളെ കൂടെ നമ്മൾ വളരുന്ന ആ ഒരു സറൗണ്ടിങ്സ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അതായിരുന്നു ആ ഒരു 10 ദിവസം നമുക്കുണ്ടായിരുന്നത്. ദ ലാസ്റ്റ് ലെസൺ ഐ ലേൺ ഫ്രം ദർ ഈസ് ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ആ ഒരു ഫിനാലയ്ക്ക് ശേഷം അന്ന് രാത്രി ഞാൻ കുറേ കരഞ്ഞു. ലൈക്ക് നമ്മൾ 10 ദിവസം നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിച്ച ആ ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതേപോലെയാണ് നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ചില ഗോളിന് വേണ്ടി നല്ല വർക്ക് ചെയ്യും, പക്ഷെ നമ്മൾക്ക് അതായിരിക്കില്ല കിട്ടുക, അതൊന്നും നമ്മൾക്ക് ആ ഒരു ലെസൺസ് ആയിരിക്കും കിട്ടുക. ലൈക്ക് ഇവിടെ നിന്ന് ഞാൻ പഠിച്ച ലെസൺസ് എല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ മുതലാണ്. കൂടുതൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. സോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഇവിടെ നിന്ന് കിട്ടിയ ഒരു ലെസൺ എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ലൈഫിനകത്ത് വേറൊരു സംഭവത്തിനും തരാൻ കഴിയില്ല. സോ ഞാൻ തിരിച്ചറിഞ്ഞു അതെന്ന് പറയുന്നത് ആ ഒരു മിസ് കേരള എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് ലൈക്ക് എ ചെറി ഓൺ ദി ടോപ്പ്. അവിടെ നിന്ന് കിട്ടിയ ലെസൺസും അവിടെ നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസുമാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകാല്ലേ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇനിയുള്ളൊരു ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റായ ഫൗണ്ടേഷനാണ് മിസ് കേരള എന്ന് ഞാൻ അവിടെ നിന്ന് ആ ഒരു പോയിന്റ് മുതൽ റിയലൈസ് ചെയ്തു. പിന്നെ നമുക്ക് ഗ്രൂമിങ് സെഷൻ നടത്തിക്കൊണ്ടിരുന്നത് പ്രിയങ്ക ഷാ എന്ന് പറഞ്ഞൊരു മാമാണ്. ഒരിക്കലും ഈ മിസ് കേരള എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് ഞാൻ പോയിട്ടില്ലെങ്കിൽ പ്രിയങ്ക ഷാ എന്ന് പറഞ്ഞ മാമിനെ ഒരിക്കലും മീറ്റ് ചെയ്തായിരുന്നു. പ്രിയങ്ക മാമാണ് എൻ്റെ ലൈഫിനകത്ത് ഈ ഒരു 10 ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടാക്കിയ ഒരാളെന്ന് പറയുന്നത് പ്രിയങ്ക മാമാണ്. സോ എനിക്ക് ആ ഒരു മാമിനെ മീറ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ് ആക്ച്വലി മിസ് കേരള പ്രൊവൈഡ് ചെയ്തത്. സോ തിരിച്ചറിയാം, നമ്മുടെ ഓരോ വേസ്റ്റ് ഫെയിലർ എന്നായിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ലെസൺസ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഓരോ ലെസൺസിനെ എംബ്രേസ് ചെയ്ത് വളർന്നുകൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമുക്ക് വളരാൻ കിട്ടുന്ന ചാൻസാണ്. സോ അതിനെല്ലാം എംബ്രേസ് ചെയ്ത് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.